മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജൂൺ 24 ചൊവ്വ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. നിലമ്പൂർ ഫലത്തിന്റെ ഒന്നാം പാഠം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെട്ട വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു ജനാധിപത്യ മുന്നണി 2 ഊഴമായി നിലനിർത്തി വന്ന മണ്ഡലം UDF പിടിച്ചെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിപരിവാരങ്ങളും അടക്കം ദിനങ്ങളോളം ക്യാമ്പ് ചെയ്ത് നടത്തിയ വൻ പ്രചാരണത്തിനും മറികടക്കാനാവാത്ത വിധം 2 ഊഴം ഭരിച്ച ഇടതുമുന്നണിക്കെതിരായ ജനരോഷം വിധിയെഴുത്തിൽ പ്രകടമാണ്. ആര്യാടൻ ഷൗക്കത്ത് നേടിയ വൻ ഭൂരിപക്ഷവും പിണറായി സത്തിനെതിരെ പൊരുതിയ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്രൻ PV അൻവർ നേടിയ വലിയ വോട്ടും ചേർത്തുവെച്ചാൽ ഇത് വ്യക്തമാകും. ഇടതുമുന്നണി ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ അകത്തുനിന്ന് പൊറുതിയില്ലാതെ പുറത്തു കടന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വഴിതെളിഞ്ഞത്. മയക്കുമരുന്ന് വ്യാപനം, കള്ളക്കടത്ത് തുടങ്ങിയ വഴിവിട്ട രീതികളിൽ പോലീസിൽ ക്രിമിനൽ വൽക്കരണം വർദ്ധിച്ചത്, തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനിടയാക്കുന്നിടത്തോളം ഇടതുഭരണത്തിൽ പോലീസ് തലപ്പത്ത് പോലും RSS സ്വാധീനം വളർന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അഴിമതിക്കും വർഗീയ ശക്തികളുടെ സ്വാധീനത്തിനും വഴങ്ങിയത്, മലയോര കർഷകർ വന്യജീവി ആക്രമണത്തിനും കൃഷിനാശത്തിനും ഇരയാകുമ്പോൾ വനം വകുപ്പ് കുത്തഴിഞ്ഞത്, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതു MLA അൻവർ മുന്നണിയിൽ നിന്നും കലാപമുയർത്തിയതും ഒടുവിൽ പുറത്തുവന്നതും. സർക്കാരിന്റെ ഭരണപരാജയവും കെടുകാര്യസ്ഥതയും മാത്രമല്ല, അഴിമതിയോടും അരാജകത്വത്തോടുമുള്ള അടിയറവ് കൂടി വ്യക്തമാക്കുന്ന ഈ ആരോപണങ്ങൾക്കൊന്നും അടഞ്ഞ നിഷേധമല്ലാതെ മതിയായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ ഇടതുമുന്നണിക്കോ കഴിഞ്ഞില്ല. അൻവർ ഉയർത്തിയ ഭരണപരവും രാഷ്ട്രീയപരവുമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുന്ന മുന്നണിയുടെ നിസ്സഹായാവസ്ഥ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മുന്നിലും വെളിച്ചത്തായി. മലയോര മണ്ഡലത്തിലെ കർഷക നിലവിളിക്കു നേരത്തെ ആശമാരുടെയും PSC റാങ്ക് ഹോൾഡർമാരുടെയും സമരത്തോട് സ്വീകരിച്ച ജനവിരുദ്ധ നയം തന്നെയാണ് ഇടതുഭരണത്തിനുള്ളതെന്ന് വോട്ടർമാർക്ക് നേർക്കുനേർ ബോധ്യപ്പെട്ടു. അത്തരമൊരു ജനവിരുദ്ധ ഭരണകൂടത്തെ ശക്തമായി പ്രഹരിക്കാൻ കിട്ടിയ അവസരം നിലമ്പൂരിലെ വോട്ടർമാർ ഉപയോഗപ്പെടുത്തിയെന്ന് ഫലം തെളിയിക്കുന്നു. ഭരണത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാവാതെയും പാളിച്ചകൾക്ക് സമാധാനം പറയാനാകാതെയും വന്നപ്പോൾ ഇടതുപക്ഷം സ്വന്തം മുഖം കുത്തിക്കെടുത്തുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ സമുദായ ധ്രുവീകരണ തന്ത്രം പുറത്തെടുക്കുന്നത് നിലമ്പൂർ കണ്ടു. വർഗീയ ഫാഷിസത്തിനെതിരെ മതനിരപേക്ഷതയുടെ മുഖമായി ജനമധ്യത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് ജയമുറപ്പിക്കാൻ വർഗീയ പ്രചാരവേലയ്ക്കിറങ്ങിയത് വോട്ടർമാരെ അമ്പരപ്പിച്ചു. മലപ്പുറം ജില്ലയുടെ പിതൃത്വം അവകാശപ്പെട്ട് മുസ്ലിം വോട്ടുകൾ വശത്താക്കാനായിരുന്നു ആദ്യ ശ്രമം. എന്നാൽ ജില്ലയ്ക്കെതിരെ ഹിന്ദുത്വ വംശീയവാദികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിച്ച അനുഭവത്തിൽ അത് വിലപോയില്ല. 2ാം ഊഴം തികയ്ക്കാൻ പോകുന്ന ഭരണത്തിൽ നിന്ന് തുടർച്ചയായി നേരിട്ട അവഗണനയും വിവേചനവും മുസ്ലിം അപരവൽക്കരണത്തിനുള്ള ഹിന്ദുത്വരുടെയും വംശീയ കാസാരോഗികളുടെയും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്ക് ഭരണത്തിൽ ലഭിച്ച ഒത്താശയുമാണ് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ മുന്നണി മാറാൻ കാരണമെന്ന് തിരിച്ചറിയാനുള്ള സത്യസന്ധത ഇടതുമുന്നണി കാണിച്ചില്ല. പകരം മുസ്ലിം പിന്തുണ നേടിയവരെ വർഗീയ മുന്നണിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും മാധ്യമങ്ങളും പാർട്ടിയുടെ സാംസ്കാരിക നാവുകളും സജീവമാക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന പറയത്തക്ക സ്വാധീനമില്ലെന്ന് CPM തന്നെ കൊട്ടിപ്പാടുന്ന കൊച്ചു സംഘത്തെ കരുവാക്കിയായിരുന്നു വർഗീയതയിലേക്ക് മുസ്ലിങ്ങളെ ചേർത്ത് കെട്ടുന്ന സംഘപരിവാർ പ്രചാരണം ഇടതുമുന്നണി ഏറ്റുപിടിച്ചത്. അതുകൊണ്ടും മതിയാകാതെ മുസ്ലിം സംഘടനകൾക്കുള്ളിലേക്ക് തലയിട്ട് പിന്നാക്കം പോയ ജനവിഭാഗത്തിന് ശബ്ദവും വെളിച്ചവും നൽകാനുള്ള ശ്രമങ്ങളെപ്പോലും പൈശാചികവൽക്കരിച്ച് അന്തഛിദ്രമുണ്ടാക്കാനും ശ്രമമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂരിലെ ഈ ജമാഅത്തെ ഇസ്ലാമി പാട്ടോത്സവം ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറയാനില്ലാത്തതിനാൽ നിന്നു പിഴക്കാനുള്ള നിസ്സഹായതയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. വല്ല സംശയവും ബാക്കിയുള്ളവർക്ക് RSS CPM സ്ലീപ്പിംഗ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച പാർട്ടി സെക്രട്ടറിയുടെ ഗൃഹാതുര സ്മരണ കൂടി ആയതോടെ വിധിയെഴുത്ത് എളുപ്പമായി. സമഗ്രാധിപത്യത്തിന്റെ സ്റ്റാലിനിസമില്ലെങ്കിൽ കമ്മ്യൂണിസമില്ല. എന്നാൽ പ്രയോഗത്തിൽ അതിരുവിട്ടാൽ ജനം എവിടെ ഇരുത്തുമെന്ന് ബംഗാൾ കാണിച്ചു തരുന്നുണ്ട്. 3ാം ഊഴത്തിലേക്ക് കണ്ണുനട്ട ഇടതുമുന്നണി പാളിച്ചകൾ തിരിച്ചറിഞ്ഞു തിരുത്തുമെങ്കിൽ കഥ തുടരാം. വീഴ്ചകളിൽ നിന്ന് ഒന്നിച്ചൊന്നായി ഉയർത്തെണീറ്റ UDFനാകട്ടെ നിലമ്പൂർ വൈബ് നിലനിർത്താനായാൽ തിരിച്ചുപിടുത്തം ഭരണം വരെ തുടരാം. ഒന്നുറപ്പ്, പൗരബോധമുള്ള ജനതയുടെ സാമാന്യബോധത്തെ അപഹസിച്ചും അവഗണിച്ചും ഒരു പാർട്ടിക്കും മുന്നണിക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. അതാണ് നിലമ്പൂർ ഫലത്തിന്റെ പാഠം 1. മാധ്യമം പോഡ്കാസ്റ്റ്.